ഇന്ത്യയിൽ പാൻ മസാല ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയും? ഏകദേശം 46,682 കോടി രൂപയാണ്. ഇത്രയും പൈസ ആൾക്കാർ പാൻ മസാലക്ക് വേണ്ടിയിട്ട്, പാൻ പരാഗ്, വിമല്, തമ്പാക്ക് എന്നെല്ലാം പറയുന്ന സാധനത്തിന് ഇത്രയും പൈസ ആൾക്കാർ ചെലവാക്കുന്നുണ്ട്. രജനീഗന്ധ എന്നിട്ട് ഒരു പ്രൊഡക്റ്റ്, ഇത് DS ഗ്രൂപ്പിന്റെയാണ്. ഇതാണ് ഏകദേശം 35% ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം 16,338 കോടി ഓളാണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ RMD എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അത് ഏകദേശം 25% അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 11,670 കോടി രൂപയോളം. പാൻ പരാഗ് ഹോൾഡ് ചെയ്യുന്ന ഏകദേശം 3,784 കോടിയോ. പിന്നെ വിമല്, ബാബ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഏകദേശം 8,868 കോടിയോളം ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ അൺനോൺ ബ്രാൻഡ്സ് ഉണ്ട്. ഇതെല്ലാം ഏകദേശം 9,000 കോടിക്ക് മുകളിലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്ക് ഇത് ഏകദേശം 63,000 കോടി മുതൽ 64,000 കോടി വരെ ആകുന്ന പറയുന്നത്. ഏകദേശം ഇതിന്റെ ആനുവൽ ഗ്രോത്ത് റേറ്റ് 3.2% മുതൽ 3.6% വരെയാണ്. ഇന്ത്യയിൽ അത്രയും പൈസ ആൾക്കാർ ഈ കൂള്, തമ്പാക്ക് ഇതേപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് ശരിയായ ബിസിനസ്സാണ്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ വലിയ ആക്ടേഴ്സിനൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ഇത്രയും പൈസ വരുന്നുണ്ടാവുമല്ലോ. അത്രയും വലിയ ബിസിനസ്സാണ് ഈ പാൻ മസാല ഇന്ത്യയിൽ. സോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് ന്യൂസ്.